നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. என்னைக்காவது ஒரு நாள் என் இயேசப்பாவை நான் பார்க்க வேண்டும், அவருடைய முகத்தை நான் பார்க்க வேண்டும், அவருடைய அழகை நான் ரசிக்க வேண்டும், அவரோடு கூட நான் இருக்க வேண்டும், அவர் உட்காரும் இடத்தில் நான் உட்கார வேண்டும் என்று ആശപ്പെട്ടിരിக்கிறீர்களா? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരേ, എത്ര പേർ യേശുവിനോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു? എത്ര പേർ കർത്താവിനോട് സംസാരിക്കും? പ്രൈസ് ദി ലോർഡ്. അപ്പൊ പറയുമായിരിക്കും, കർത്താവിനെ ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല, പിന്നെ എങ്ങനെയാ ഞങ്ങൾ സംസാരിക്കുന്നതെന്ന? കുഞ്ഞേ, ഹല്ലേലൂയ, നീ പ്രാർത്ഥിക്കുന്നത് ആരോടാ? യേശുവിനോടല്ലേ? കർത്താവിനോടല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് എപ്പോഴെങ്കിലും തനിമയിൽ നിനക്ക് ഹല്ലേലൂയ കർത്താവിനെ ആരാധിക്കുവാൻ നീ തനിയാകുന്ന സമയം, അത് സമയം ചിലവഴിക്കണം. കർത്താവിനോട് സംസാരിക്കുവാനായിട്ട് സമയങ്ങൾ വേർതിരിക്കണം. ജീവിതത്തിലേക്ക് ഹല്ലേലൂയ യേശുവിനെ ഒന്ന് ക്ഷണിക്കണമെന്ന പറഞ്ഞതിന്റെ സാരം, നമ്മുടെ ആ ജീവിതത്തിനകത്തേക്ക് യേശു കർത്താവിനെ ക്ഷണിക്കണം. എന്നേക്കാ അത് ക്ഷണിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാ ഹൃദയത്തിനകത്ത് യേശു കർത്താവ് വരുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചിരിക്കുകയല്ലേ, സേവ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ ഹൃദയത്തിനകത്ത്. അപ്പൊ പിന്നെ കർത്താവ് എവിടെയാ ഇരിക്കുന്നത്? ദൈവഹിതമല്ലാത്ത കാര്യങ്ങളെ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, പറയുന്നു, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ കർത്താവ് എവിടെ വന്നിരിക്കാനാ? അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവ പൈതലേ, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊള്ളണം. വെളിയെ കളയുവാനുള്ളത് വെളിയേറ്റി കളയണം.